ശ്രീ ജെക്സി തോമസ് ഇപ്പോൾ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ചർച്ചയുടെ തുടക്കത്തിൽ ഈ പറയുന്ന 970 ചട്ടത്തിന്റെ കാര്യം ഉന്നയിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു അതിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യത്വപരമായ സമീപനം വേണ്ടതുണ്ട് എന്ന്. എനിക്ക് തർക്കമില്ല, മനുഷ്യത്വപരമായ സമീപനം വേണം. നമ്മുടെ കൂടി നികുതി പണമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ രാജ്യം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്, കേന്ദ്ര സർക്കാർ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തുകയും ചെയ്യും. പക്ഷേ ശ്രീ ജയിക്കുതാ നോക്കൂ, ഒരു സേനാ വിഭാഗം പ്രവർത്തിക്കുന്നതിന് കൃത്യമായ ചട്ടമുണ്ട്. അത് 970 മുതൽ ഇങ്ങോട്ട് ഈ നാട്ടിൽ ചട്ടമുണ്ട്. അവിടെ വ്യോമസേന ഒരു ദുരന്ത നിവാരണ മേഖലയിൽ ചെന്ന് പ്രവർത്തിച്ചാൽ, അവരവിടെ നിന്ന് പിൻവാങ്ങിയാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവരതിന് ചെലവായ ഫണ്ട് കൃത്യമായി ആരാണോ ഇത് ആവശ്യപ്പെട്ടത്, അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റിന്റെ പേരിലാണ് സേനാ വിഭാഗങ്ങൾ ദുരന്ത നിവാരണ മേഖലയിൽ എത്താറ്. അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റിന് പ്രകാരമാണ് നമ്മളോട് ഈ പറയുന്ന കണക്ക് കൊടുക്കും, നമ്മുടെ മുന്നിലേക്ക് വരും. അതൊരു പ്രോസസ്സിന്റെ തുടക്കമാണ്. അവിടെ നിന്ന് നമ്മൾ ഇത് സൂക്ഷ്മ പരിശോധന നടത്തി കേന്ദ്ര സർക്കാരിന് ഇത് കൊടുക്കണം. നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തിയ കണക്ക് കൊടുക്കണം. അത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഇത് എളമരം കരീമിന് 2019 ലോക്സഭയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗമായ മന്ത്രി കൊടുത്തിരിക്കുന്ന ഉത്തരത്തിലടക്കം പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പ്രോസസ്സിന്റെ തുടക്കത്തെയാണോ കൂലി ചോദിച്ചു എന്ന വൈകാരികമായ ചോദ്യമായി നമ്മൾ മാറ്റിയത് എന്നുള്ളതാണ്. ഇരിക്കട്ടെ, കൂലി ചോദിച്ചത് വൈകാരിക ചോദ്യമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അത് മലയാളികളായ മാതൃഭൂമിയുടെ പ്രേക്ഷകർ കൂടെ ചർച്ച ചെയ്യട്ടെ, അതൊരു വൈകാരിക പ്രശ്നം മാത്രമാണോ എന്നുള്ളത്. അപ്പം അതിന് തൊട്ട് മുമ്പ് BJP നേതാവും കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രതിനിധികളുടെ ചില വാദങ്ങളും ഒന്ന് പരാമർശ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഒരു ചർച്ചയിൽ ഇന്ന് സംയുക്ത പ്രതിഷേധം കേരളത്തിന് വേണ്ടി അന്തസ്സുള്ള മലയാളികളും രൂപത്തിൽ മാത്രം അല്ലാതെ മനുഷ്യനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ MP-മാരും ഒക്കെ സംഘടിതമായി ഇന്ന് പാർലമെന്റിൽ ഉയർത്തി. അതിലൊരാൾ മാത്രമാണ് കോഷ്ടി കാണിച്ച്, തമിഴ്നാട്ടിലെ MP കേരളത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കോഷ്ടി കാണിച്ച ഒരാൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് BJP പ്രതിനിധികളുടെ മുഖത്തു നോക്കി നിങ്ങൾ പ്രവൃത്തിയിൽ മനുഷ്യരല്ല മറ്റെന്തെങ്കിലും ആണെന്നും നിങ്ങൾ രൂപത്തിൽ മാത്രമാണ് മനുഷ്യരെന്നും എനിക്ക് വിമർശിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ്? അങ്ങിതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ഒരംഗം മാത്രമായി കാണിച്ച അല്ല, അത് നിൽക്ക അങ്ങനെ തോന്നുമ്പോ മറുപടി പറയാനാണ് അങ്ങയുടെ അവസരത്തിൽ എനിക്ക് ഇടപെടായിരുന്നല്ലോ. അതവിടെ നിൽക്കാം. അല്ല, പറയുന്നതിന് ഭാഷയ്ക്ക് ഒരു രൂപത്തിൽ മാത്രമാണ് ചിലർ മനുഷ്യരെന്നും പ്രവൃത്തിയിൽ മനുഷ്യരല്ല എന്നും കേൾക്കേണ്ട വരുന്നത് ഈ ന്യായീകരണത്തെ തുടർന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ അന്തസ്സുള്ള മുഴുവൻ MP-മാരും പ്രതിഷേധിച്ചപ്പോൾ മലയാളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ തമിഴ്നാട്ടിലെ MP-ക്ക് നേരെ തിരിച്ച് കോഷ്ടി കാണിച്ചത് കൊണ്ട് അല്ലെ ഇങ്ങനെയാണോ ചർച്ച തുടരേണ്ട? ആങ്കർ പറ. വളരെ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി സാധാരണ ചർച്ചകളിലേതുപോലെയല്ല, ഞാനും ഇടപെടുന്നേയില്ല. ഒരു കാര്യം പൂർത്തിയായി എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് ചിലപ്പോഴെങ്കിലും ഇടപെടാറുള്ളത്. അത് മറ്റുള്ളവരുടെ ജനാധിപത്യ ബോധ്യമാണ്. പറഞ്ഞോളൂ. അതൊരു ജനാധിപത്യ ബോധമാണോ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ ഒരു കാര്യം വിശദീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാസ്റ്റർ എന്ന പേരുള്ള ആളുകൾ വന്ന് വിദ്യാർത്ഥികളുടെ പ്രായമുള്ള ഞാൻ നടത്തുന്ന ഒരു വാദഗതിയിൽ കയറി ഇടപെടുന്നത് അവരുടെ മര്യാദയ്ക്ക് ചേർന്നതാണോ എന്ന് അവർ ആലോചിച്ചാൽ കൊള്ളാം. അത്രയേ ഉള്ളൂ. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പിന്നെ അങ്ങനെ ഇടപെടാൻ അങ്ങ് മാസ്റ്റർ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർക്ക് കാരണവന്മാർ വഴി കിട്ടിയ സ്ഥലത്തല്ല ഞാൻ വന്നിരിക്കുന്നത്, മാതൃഭൂമി ചർച്ചയുടെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ ഇടപെടാനല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി എല്ലാവരും പങ്കെടുക്കേണ്ടത്. അവരവരുടെ വാദത്തെ അന്തസ്സോടെ കണ്ടിക്കാൻ അറിയണം. തർക്കങ്ങളുടെ ആവശ്യമില്ല, ഇത് നമ്മുടെ നാടിന്റെ പൊതുവായ ആവശ്യമാണ്. ചർച്ചയിലും നിങ്ങൾക്ക് കിട്ടിയ മറുപടി ഒക്കെ ഒന്ന് മറച്ചു നോക്കുന്നത് നന്നും. ഇത് എന്റെ അടുത്തൊന്നും മാത്രമൊന്നുമല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് കിട്ടിയ മറുപടി, ഞാൻ കൊടുത്ത മറുപടി അങ്ങും പോയിരുന്നു മറച്ചു നോക്കുക. ഈ നാടിന്റെ പൊതുവായ ആവശ്യത്തിന്മേലുള്ള ചർച്ചയാണ്. ഇവിടെ വ്യക്തിപരമായ ഫൈറ്റിന് ഇടമില്ല. അതിലൊന്നും എനിക്ക് തർക്കമില്ല മാധു. പക്ഷെ ഭാഷ ഒരു സഹ പാനലിസ്റ്റിന്റെ മനുഷ്യരൂപം മാത്രമുള്ള മറ്റെന്തോ ആണെന്നൊക്കെ പറയുമ്പോൾ മാധുവിന് ഇടപെടാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടും. നോക്കൂ, നിങ്ങളൊക്കെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. നിങ്ങളെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരുന്ന അണികളുണ്ട്. അല്ല, പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അതൊക്കെ അവനവൻ തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളുടെ ഈ പറയുന്ന സ്വഭാവ പരിരക്ഷയൊന്നും എന്റെ ഉത്തരവാദിത്വമല്ല. അല്ല, എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ശരിയാ, അങ്ങനെ പറയേണ്ടത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്.
പറഞ്ഞോളൂ. ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ എന്താണ് ഉത്തരം വിമർശിച്ചത്? പറഞ്ഞോളൂ. കേരളം രക്ഷപ്പെടാൻ പാടില്ല എന്നും കേരളത്തിലെ ജനങ്ങളുടെ അർഹതയുള്ള ഇതെന്തൊരു കഷ്ടമാണ്. സുജയ്ക്ക് തുടരൂ. കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതയുള്ള കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്ന് നമുക്ക് അർഹതയുള്ള തുക ലഭിക്കേണ്ടത് മലയാളികളായ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മനുഷ്യന്മാരുടെയും ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. രൂപത്തിൽ മാത്രം മനുഷ്യനായി നിൽക്കുകയും പ്രവർത്തിയിൽ അതല്ലാതായിരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത്. അങ്ങ് എതിർത്തെങ്കിൽ അങ്ങേക്ക് ആ പ്രയോഗം ബാധകമാണ്. തൃശ്ശൂർ MP എതിർത്തെങ്കിൽ അയാൾക്കും ആ പ്രയോഗം ബാധകമാണ്. ആ വിമർശനം ഇവിടെ നടത്തേണ്ടെന്ന് പറഞ്ഞാൽ അത് കാര്യാലയത്തിൽ പോയി പറഞ്ഞാൽ മതി, അവിടെ കേൾക്കുന്ന ആളുകൾ കാണും. ഇവിടെ വന്ന് പറയണ്ട. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പൊതു നന്മയെ എതിർക്കുന്നവരെ സംബന്ധിച്ചാണ്. അത് അങ്ങേക്ക് ബാധകമാണെങ്കിൽ അങ്ങ് വിമർശനത്തെ സ്വീകരിക്കുക, അല്ല എങ്കിൽ അങ്ങ് തള്ളിക്കളയുക. ഇത് എനിക്ക് ബാധിക്കുന്ന അല്ല എന്ന് പറയുക. ഞാൻ അങ്ങയുടെ പേര് പോലും എടുത്ത് പറയാറില്ലല്ലോ. അങ്ങേ വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങയുടെ പേരോ അങ്ങയുടെ പാർട്ടിയുടെ പേരോ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ ആ കാര്യത്തിൽ അത്രയുള്ള മറുപടി. പിന്നെ അദ്ദേഹം ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് തുടക്കം മുതൽ പറയുന്നു, ആടിനെ വിറ്റ് പൈസ തന്നവർ, കുടുക്ക പൊട്ടിച്ച് പൈസ തന്നവർ, അത്തരമൊരു പ്രയോഗം നിർഭാഗ്യവശാൽ മറ്റൊരു സഹപാനലിസ്റ്റും ആവർത്തിച്ചു. ആടിനെ വിറ്റ് പൈസ തന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ ഉമ്മ ഇത്തവണ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? പല ആളുകളും ശ്രമിച്ചു, അതിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, എനിക്ക് ഇത്തവണ കിട്ടിയ പെൻഷൻ രണ്ടാളുകളുടെയും ജീവിത പങ്കാളിയുടെയും പെൻഷൻ മാറ്റിവെച്ച് മിച്ചം ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പണവും എടുത്ത് ഇത്തവണയും കൊല്ലം കളക്ടറേറ്റിലേക്ക് ഓടി. കേരളത്തെ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്ത രൂപത്തിൽ മാത്രം മനുഷ്യനായുള്ള കേരളത്തിലെ അപൂർവം ചില ആളുകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട സുബൈദുമ്മ വീണ്ടും ആടിനെ വിറ്റ കാശ് കേരളത്തിന്റെ അതിജീവന നിധിയിലേക്ക് കൊടുത്തു. എവിടെ പോയി? ആരെയും കണ്ടില്ലല്ലോ. കുപ്രചരണം നടത്തി കേരളത്തെ തോൽപ്പിക്കാൻ നടന്ന ആളുകൾ എന്തൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നു, മുൻ MLA മകന് ജോലി കൊടുക്കാൻ ശ്രമിച്ചതിന് സുപ്രീം കോടതിയിൽ വിധി വന്നിരിക്കുന്നു. മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വണ്ടി ഇടിച്ച് മരിച്ച പോലീസുകാരന്, വണ്ടി ഇടിച്ച് മരണപ്പെട്ട ഒരു പോലീസുകാരന് പണം കൊടുക്കാൻ പാടില്ല. അതാണോ BJPയുടെ നിലപാട്? നിങ്ങൾക്ക് എന്ന് മുതൽ അങ്ങനെ ഒരു നിലപാടുണ്ടായത്? അങ്ങൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പിന്നെ മുൻ MLA മകന്റെ കാര്യം കോൺഗ്രസ് നേതാവ് ചർച്ച ചെയ്യണോ? പോക്കറ്റ് ഫീസ് കിട്ടി എന്റെയും അങ്ങയുടെയും നികുതി പണത്തിൽ നിന്ന് ഡോക്ടറായി പഠിച്ച UDFന്റെ നേതാവ്, മുൻ മന്ത്രി, അങ്ങേക്കറിയാവോ? അങ്ങേക്ക് എന്താ അഭിപ്രായം? മുൻ മന്ത്രിമാരുടെ മക്കൾക്കൊക്കെ പോക്കറ്റ് ഫീസ് കൊടുത്ത് MBBS പഠിപ്പിച്ച് അവരെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളാക്കി വെക്കാൻ പറ്റുമോ? ജയ്ക്ക് അതിന് മറുപടിയും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്റെ ചോദ്യത്തിലേക്ക് വരണം ജയ്ക്ക്. ഒറ്റക്കാരിയുടെ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എന്റെ സഹപാനലിസ്റ്റ് കോൺഗ്രസിന്റെ നേതാവ് അങ്ങ് ND മുന്നണിയുടെ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ NDA ഇല്ലല്ലോ. ND മുന്നണിയുടെ ഭാഗമായിട്ട് അങ്ങ് എന്തൊക്കെ വിവരക്കേട ഈ ചർച്ചകളെന്ന് പറഞ്ഞ തമിഴ്നാട് രേഖ തന്നു. ആ രേഖ BJP നേതാവ് ഒന്ന് കാണിച്ചേ. സിക്കിം രേഖ തന്നോ? ആ രേഖ BJP നേതാവ് ഒന്ന് കാണിച്ചേ. എന്താണ് ആന്ധ്ര തെലങ്കാനയിൽ 3000 കോടി കൊടുത്തപ്പോൾ അവർ തന്ന രേഖ? കേരളം കൊടുക്കാത്ത എന്ത് പ്രത്യേകതകളുടെ രേഖയാണ്? ഒറ്റ ദിവസം കൊണ്ട് തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും സിക്കിമും ഒക്കെ കൊടുത്തത്. ഇന്ന് 5500 കോടി കൊടുത്തില്ല UPക്ക്. ഏതു രേഖയാ? ശങ്കരാടിയുടെ കൈവെള്ളയിലെ രേഖ BJP നേതാവ് എടുത്ത് കാണിക്കില്ല. അന്തസ്സുള്ള വിവരങ്ങളുള്ള രേഖ എടുത്ത് കാണിക്കണം. നിങ്ങൾക്ക് എങ്ങനെ കേരളത്തെ ഇങ്ങനെ തള്ളി പറയാൻ പറ്റുന്നു? ഏത് രേഖയുടെ ബലത്തിലാണ് തമിഴ്നാടിന് 900 കോടി, ആന്ധ്രയ്ക്ക് തെലങ്കാനയ്ക്ക് 3000 കോടി, UPക്ക് 5500 കോടി, സിക്കിമിന് 44 കോടി? ഉന്നയിക്കാനുള്ള അധികാരവുമുണ്ട്, അങ്ങ് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അങ്ങ് ഇത്രയും നേരം സംസാരിച്ചിട്ട് അതിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അങ്ങ് ചോദിച്ചത് എന്താണ്? ഹെലികോപ്റ്ററിന്റെ വാടക ആവശ്യപ്പെട്ട യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി അത് തെറ്റാണ് എന്ന് കേരളം ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിനും പ്രതിനിധികളും പറയുന്നത് അതിവൈകാരിക അല്ലേ എന്ന് ആങ്കർ ചോദിച്ചു. അത് അതിവൈകാരികതയുടെ മാത്രം പ്രശ്നമാണോ? എന്താണ്? NDRF ഫണ്ടിൽ നിന്ന് ഒരണാ പൈസ നൽകിയിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇതേ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഏറ്റവും ഒടുവിലത്തെ വാചകം എന്താണ്? ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്ന വാചകം എന്താണ്? ആസ് ദ എമൗണ്ട് ഓഫ് ₹53.46 crore approved by HLC from NDRF is less than the 50% of the balance available in the SDRF account, the net outgo from the NDRF will be nil. The net outgo from the NDRF will be nil. BJP നേതാവിനോട് ഒരു തവണ കൂടെ പറയുന്നു, the net outcome from the NDRF is nil എന്ന് പറഞ്ഞ NDRFിൽ നിന്ന് വട്ടപൂജയാണ് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളതെന്ന്. ഇങ്ങോട്ടൊന്നും തരാതിരിക്കുകയും മലയാളിയായ നമ്മുടെയൊക്കെ പോക്കറ്റിൽ കിടക്കുന്നത്
പിടിച്ചു പറിക്കാരെ പോലെ കട്ടോണ്ട് പോവുകയും ചെയ്യുന്ന ഏർപ്പാടിന് എന്ത് പറഞ്ഞാലാ സമ്മതിക്കാൻ പറ്റുക? അതിനെ എന്ത് ന്യായീകരിച്ചാലാണ് പറയാൻ പറ്റുക? കൃത്യമാണ് ജേക്കബ്, പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം അതാ, അങ്ങ് പറഞ്ഞത് കൃത്യമാണ്, ഞാൻ അത് കൃത്യമാണ്, അതിന് കഴിയുമെങ്കിൽ ജയേന്ദ്രൻ മാസ്റ്റർ മറുപടി പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ വ്യോമസേന സ്വീകരിച്ച ഈ നടപടി എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക കാര്യമല്ല, ഇത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന പണമല്ല, അതിന്റെ പ്രോസസ് അല്ലേ എന്നുള്ളതാണ്. അതിനെ നമ്മൾ വൈകാരികവൽക്കരിക്കുന്നു എന്നുള്ളതാണ് BJP-യുടെ വിമർശനം. ഇതിപ്പോ അതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നൊരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. കൂലി ചോദിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതൊരു പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എളമരം കരീമിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ മറുപടി 2019 ഇത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ കുറച്ചുകൂടി അവധാനതയോടെയോ സാങ്കേതിക ബോധ്യത്തോടെയോ ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന്. എനിക്ക് മറുപടി പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ അതെ, ഞാൻ 2 വാചകത്തിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. ഇതേ തമിഴ്നാട്ടിൽ അങ്ങ് സൂചിപ്പിച്ച പ്രകാരം NDRF സേന അടക്കമുള്ള ആളുകൾ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്. എത്ര കോടി തമിഴ്നാട്ടിന്റെ കയ്യിൽ നിന്ന് പ്രളയത്തിന്റെ അരി കൊടുത്ത വകയിൽ, വെള്ളം കൊടുത്ത വകയിൽ, പെട്രോൾ അടിച്ച വകയിൽ, കേന്ദ്ര സേനയുടെ സഹായത്തിന്റെ വകയിൽ എത്ര കോടി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു? കണക്കുണ്ടല്ലോ. BJP നേതാവ് എന്ന് പറഞ്ഞാട്ടെ. ആന്ധ്രയോടും തെലങ്കാനയോടും അരിയും വെള്ളവും കേന്ദ്ര സേനാ സഹായവും കൊടുത്ത വകയിൽ എത്ര കോടി കേന്ദ്ര സർക്കാർ തിരികെ വാങ്ങി? UP-യിലും സിക്കിമിലും ഇന്ന് 5500 കോടി കൊടുത്തു. UP-ക്ക് എത്ര പ്രളയ ദുരിതാശ്വാസങ്ങളിൽ NDRF സേനയും ഹെലികോപ്റ്ററും വെള്ളവും അരിയും കൊടുത്ത വകയിൽ എത്ര കോടി തിരിച്ചു വാങ്ങിച്ചു? ഇത് കേരളത്തോട് മാത്രമല്ല ഈ സമീപനം. ശരിയായിരിക്കും. ഉത്തരാഖണ്ഡിൽ നിന്ന് 200 കോടിയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന് 200 കോടിയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട്. അത് പങ്കുവെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത് എക്സ് പ്ലാറ്റ്ഫോമിൽ അതിനൊന്നും മറുപടി പറയണ്ട. അത് അങ്ങാണോ തീരുമാനിക്കുന്നത്? അതൊന്നും പറയണ്ട, നീ വിട്ടേക്ക്. ഇത് നോക്കൂ, ഞാൻ അങ്ങ് ഉന്നയിക്കണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പറയാനിരിക്കുകയല്ല ഇവിടെ. അങ്ങേക്ക് പറയാനുണ്ടെങ്കിലും എല്ലാം പറഞ്ഞാൽ മതി. ആങ്കർ എന്ന് പറയണമെന്ന് അങ്ങ് തീരുമാനിക്കണ്ട. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാമല്ലോ എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. എന്നോടാണ് ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാമെന്ന്. അല്ലല്ല, അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഞാൻ ജയിക്കിനോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങയുടെ പാർട്ടിയും അങ്ങ് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ പറയാനല്ല ദയവേത് ഞാൻ ഈ ചർച്ച നയിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കണം. ശരി, ശ്രീ ജേക്കബ്, ഇങ്ങനെയാണ്. ഓക്കെ, പറയൂ. അതിലൊറ്റ വാചകമേ ഉള്ളൂ. ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര കോടി ഈ പ്രളയവും അരിയും കുടിവെള്ളവും അതോടൊപ്പം കേന്ദ്ര സേനയുടെ സഹായത്തിന്റെയും മറവിൽ എത്ര കോടി വാങ്ങിച്ചു? ആങ്കർ പറഞ്ഞു. പാർലമെന്റിൽ ഇന്ന് ഉദ്ധരിച്ച രേഖയിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് 200 കോടി കേന്ദ്ര സേന അംഗങ്ങൾ ഈ തരത്തിൽ സഹായമായി തിരികെ അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ സേവനത്തിന്റെ ഫലമായി തിരികെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ എത്ര കോടി കൊടുത്തു? കേരളം 130 153 കോടി കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ എന്ത് ചെയ്യണം? അർഹതയുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ ദുരന്തമുണ്ടായ കേരളത്തിലെ നികുതി പണത്തിന്റെ അവകാശ സ്വരൂപേണയുള്ള വിഹിതം കേരളത്തിന് നൽകണം. കേരളത്തിന് പൈസ നൽകാതിരിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന കുറുവാ സംഘമായിട്ട് യൂണിയൻ ഗവൺമെന്റ് മാറുകയും ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പ്രശ്നം.